ഗുഡ് ഈവനിങ്. കേരളം കാത്തിരുന്ന ആ നിർണായക പ്രഖ്യാപനം ഇനി അധികം വൈകില്ല. മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യത്തിന് ഇനി മിനിറ്റുകൾക്കുള്ളിൽ മറുപടി ലഭിക്കും എന്നാണ് സൂചന. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും തമ്മിൽ അവസാനവട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് വിവരം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയും തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നു. ഉടനെ തന്നെ അവർ വൈകാതെ എത്തും ഇന്ന് തന്നെ എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഡൽഹി യോഗം അവസാനിച്ചാൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അപ്പോൾ അവസാനിക്കുന്നു, മണിക്കൂറുകൾക്കുള്ളിൽ ഈ അനിശ്ചിതത്വം അവസാനിക്കും എന്നാണ് വിവരം. അവസാനിച്ചില്ലെങ്കിൽ അത് മുന്നണികൾക്കുള്ളിൽ വലിയ അസ്വസ്ഥത സൃഷ്ടിക്കും. തീരുമാനം വൈകിയാൽ സംസ്ഥാനം ഒരു പൊട്ടിത്തെറിയിലേക്ക് തന്നെ, രാഷ്ട്രീയ പൊട്ടിത്തെറിയിലേക്ക് തന്നെ നീങ്ങുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഹൈക്കമാൻഡ് ഒറ്റപ്പേരിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് സൂചന. അതേസമയം പരിഗണനയിലുള്ള 3 നേതാക്കളെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ സമവാക്യം ഡൽഹിയിൽ ഒരുങ്ങുന്നു എന്ന വിവരങ്ങളും വരുന്നു. ഇന്ദിരാഭവനിലും ഒക്കെ നേതാക്കൾ ഉണ്ട്. അതോടൊപ്പം തന്നെ നേതാക്കളുടെ വസതിയിലും വലിയ ഉത്കണ്ഠയുണ്ട്. കാത്തിരിപ്പിന്റെ പാരമ്യത്തിൽ, ഉത്കണ്ഠയുടെ പാരമ്യത്തിലാണ് കേരളം. കേരള രാഷ്ട്രീയത്തിന്റെ അടുത്ത അധ്യായം എഴുതുന്ന ഒരു പുതിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. വെൽക്കം ടു ദി ഇലക്ഷൻ ചാനൽ. സംസ്ഥാന മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കും. അവസാനവട്ട തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നത് മല്ലികാർജുൻ ഖർഗെയുടെ വീട്ടിലാണ്. ആ കൂടിക്കാഴ്ചയിലാണ് അന്തിമ തീരുമാനമുണ്ടാവുക. രാഹുൽ ഗാന്ധി ഒറ്റ പേരിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഈ ദീപദാസ് മുൻഷി കേരളത്തിൽ എത്തിയാണോ പ്രഖ്യാപനമുണ്ടാകുക, അതോ ഡൽഹിയിലാണോ പ്രഖ്യാപനമുണ്ടാകുക എന്ന കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. രാത്രിയോടുകൂടി ഇന്ന് എന്തായാലും പ്രഖ്യാപനം ഉണ്ടാകും. ഡൽഹി യോഗം തീർന്നാൽ കൃത്യമായ ഒരു പേരിലേക്ക് വരും എന്നാണ് സൂചന. എന്നോടൊപ്പം ലല്ലു ചേരുന്നുണ്ട്, നമ്മുടെ പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന്. ലല്ലു, KC വേണുഗോപാൽ എന്ന പേരാണ് കൂടുതൽ MLA മാർ ശുപാർശ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു രീതി വെച്ച് സ്വാഭാവികമായും നമ്മൾ കർണാടകയിൽ കണ്ടതാണ്. ആ ഒരു പേരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനയാണോ ഇപ്പോൾ KCയെ കൂടി വിളിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോ അനുനയിപ്പിച്ച് മാറ്റി നിർത്താൻ വിളിപ്പിച്ചതായിരിക്കുമോ? ആയാലും മറ്റ് കാര്യങ്ങൾക്കായാലും ഏതായാലും കേരളത്തിലെ MLA മാരുടെ ഭൂരിപക്ഷം പിന്തുണ KC വേണുഗോപാലിനാണ് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായ കാര്യമാണ്. മനു നേരത്തെ പറഞ്ഞ പോലെ കർണാടക അടക്കമുള്ള ഇതിനു മുൻപ് കോൺഗ്രസ് അധികാരത്തിലെത്തിയ സംസ്ഥാനങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ MLA മാരുടെ പിന്തുണ തന്നെയാണ് ഇവിടെ എല്ലാം സ്വീകാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയും അത് തന്നെ മാനദണ്ഡമാക്കി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കണം എന്നൊരു ആവശ്യമുണ്ട്. അതുപോലെ തന്നെയാണ് VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഭാഗത്തുനിന്നുണ്ടായത്. ഒരുപക്ഷെ ഈ KC വേണുഗോപാലിന് ഈ സ്ഥാനം കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും എന്നൊക്കെ കോൺഗ്രസിൽ നിന്ന് ചില കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. അത് തടയാൻ കോൺഗ്രസിന് എന്ത് ഫോർമുല ഉണ്ടാകും എന്ന ചോദ്യം കൂടി ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അപ്പോൾ VD സതീശനും ഏതായാലും എല്ലാവരും പ്രതീക്ഷയിലാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു ഫലം പുറത്തു വരുമോ? അല്ലല്ലോ, 3 ക്യാമ്പും പ്രതീക്ഷയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3 ക്യാമ്പുകളുമായി ബന്ധപ്പെടുമ്പോൾ എല്ലാവരും അങ്ങേറ്റത്തെ ആത്മവിശ്വാസത്തിലാണ്. മനു ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ KC വേണുഗോപാലിനെ മുൻനിർത്തി ഒരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് പോയാൽ സ്വാഭാവികമായി തീർച്ചയായും VD സതീശനും രമേശ് ചെന്നിത്തലയും സുപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരായി ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരമൊരു നിർദ്ദേശമായിരിക്കും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചാൽ ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും നൽകാൻ തന്നെയായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനവും നിർദ്ദേശവും. നേരത്തെ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മൾ ലല്ലു, ഞാൻ ലല്ലുവിലേക്ക് വരാം. നവമി ഇപ്പോൾ VD സതീശൻ്റെ വീട്ടിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. നവമി വന്നു. നവമി, അവിടെ എന്താണ് എന്താണ് കേൾക്കുന്നത്? VD സതീശനെ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയേക്കുമെന്ന എന്തെങ്കിലും സൂചന അവിടെ നിന്ന് നൽകാനുണ്ടോ നവമി? മനു, എന്തായാലും VD സതീശന്റെ വീട്ടിന് മുന്നിലുള്ള പ്രവർത്തകരെല്ലാം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. VD സതീശൻ തന്റെ മുഖ്യമന്ത്രി എന്നിവർ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി പ്രഖ്യാപനം മാത്രം മതി എന്നാണ് പ്രവർത്തകർ പറയുന്നത്. നമുക്ക് അവരോട് തന്നെ ആ ഒരു പ്രതികരണം ചോദിക്കാം. എന്നെ സംബന്ധിച്ചോളം എനിക്ക് പറയാനുള്ളത് 8 മണിയാകുമ്പോഴാണ് ഒരു ബോംബ് പൊട്ടുമെന്ന് പറയുന്നത്. ആ ബോംബ് പൊട്ടുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനായിരിക്കും എന്നാണ് എന്റെ ഉറപ്പ്. എന്തായാലും ആ പ്രാബല്യത്തിൽ വന്നിരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UDF-ന്റെ താല്പര്യം അത് തന്നെയാണ്. പ്രവർത്തകരെ നിരാശപ്പെടുത്തില്ല, പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പെടുത്തരുത്.
ഞങ്ങൾക്ക് പറയാനുള്ളത് നേതൃത്വം ഏറ്റവും മാന്യത്തോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് വി ഡി സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായിട്ട് ഒരു നിമിഷം വൈകാതെ വൈകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഇനിയും ഞങ്ങൾ ക്ഷമിച്ചു നിൽക്കും. പക്ഷെ ഒട്ടും വൈകാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശനെ എത്രയും വേഗം പ്രഖ്യാപിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് സന്തോഷം പങ്കിടാൻ ഒരു അവസരം കിട്ടും. ഞങ്ങൾക്ക് ജയിച്ചിട്ട് ഞങ്ങൾ സന്തോഷം പങ്കിട്ടിട്ടില്ല. കാരണം ഈ നീണ്ടു പോയതിന്റെ പേരിൽ അതിന് നേതൃത്വം ഇടകൊടുത്താതെ വി ഡി സതീശനെ തന്നെ ഒരാളെ ഞങ്ങളതിൽ കൂട്ടില്ല, ഒരാളെ വെള്ളം ചേർക്കാൻ സമ്മതിക്കില്ല. കാരണം ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ അഴിമതിക്കെതിരെ, വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തുകൊണ്ടും 100% യോഗ്യനാണ്. ഈ കേരളത്തിൽ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുണ്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് ഇത്തരം സീറ്റ് കിട്ടുമെന്ന് വ്യക്തമായി പറയാൻ ഒരു നേതാവും കേരളത്തിലുണ്ടാകുന്നത് വി ഡി സതീശൻ മാത്രമാണ്. വി ഡി സതീശൻ ആരെങ്കിലും കണ്ടും കൊണ്ട് ഇത് മറ്റേ കബഡി വരുത്തിയൊന്നും പറഞ്ഞതല്ല. ജനങ്ങളെ പഠിച്ചിട്ട് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി ഈ സർക്കാരിനെതിരെയുള്ള വികാരമാണ് എന്ന് പറഞ്ഞിട്ട് അത് പരസ്യമായിട്ട് പറഞ്ഞ ആള് രഹസ്യമായിട്ടല്ല പറഞ്ഞത്, പരസ്യമായിട്ട് പറഞ്ഞ് 100 സീറ്റിൽ കൂടുതൽ കിട്ടുന്നു. ഏത് നേതാവ് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ പത്രക്കാരും മാധ്യമങ്ങളും പരിശോധിക്കണം. അത് പറഞ്ഞ വി ഡി സതീശൻ ആ 100 സീറ്റിൽ കൂടുതൽ UDF കിട്ടണമെങ്കിൽ UDF നേതാവായിട്ട് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി വി ഡി സതീശനെ തന്നെ നിയമിക്കണം. ഞങ്ങളുടെ ആഗ്രഹം എറണാകുളം ജില്ലയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി കിട്ടും, അതാണ് വി ഡി സതീശൻ. ഈ വി ഡി സതീശൻ ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. അവർക്ക് മുഖ്യമന്ത്രി ആകണം എന്നൊക്കെ അവർക്കുണ്ട്. പക്ഷെ ഹൈക്കമാൻഡിനെ അംഗീകരിക്കാൻ പൂർണ്ണമായി അവർ തയ്യാറാകും എന്ന് പറയുന്നുണ്ടോ? സതീശനെ പ്രഖ്യാപിക്കുമെന്നുള്ള 100% ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ വിജയം എന്ന് പറയുന്നത് കേരളത്തിന്റെ മതേതര നിലപാടിനുള്ള വിജയമായിരുന്നു. ആ മതേതര നിലപാട് ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ ഹൈക്കമാൻഡ് മറിച്ചൊരു പേരാണ് പറയുന്നതെങ്കിൽ പ്രവർത്തകർ അത് അനുസരിക്കാനും തയ്യാറാവില്ലേ? പക്ഷേ പാർട്ടിയുടെ ഏറ്റവും അവസാനത്തെ വാക്കാണ് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. അതായത് നല്ലൊരു പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാനത് ജൻസികൾ ഒന്നടങ്കം പറയുന്നത് വി ഡി സതീശൻ തന്നെ ആവണമെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്തായാലും മനു, ഇപ്പൊ ഒരു ജെൻസിയുടെ വാക്കാണ് നമ്മൾ കേട്ടത്. ജെൻസി പറയുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ്. ആ ഇവിടെ വന്നിരിക്കുന്ന ഏതായാലും വലിയ ആൾക്കൂട്ടം എനിക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. നവമിക്ക് ഒപ്പം വലിയ ആൾക്കൂട്ടം അവിടെ വി ഡി സതീശന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അവരെ വി ഡി സതീശന്റെ പേരല്ലെങ്കിൽ അവരുടെ നിരാശ അത്ര കണ്ട് വലുതായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും അവരൊക്കെ പാർട്ടിയെ അനുകൂലിക്കുന്ന ആളുകളാണ് എന്ന് പറയുന്നു. പക്ഷേ എറണാകുളം ജില്ലയിലെങ്കിലും വലിയ തോതിൽ പ്രവർത്തകർ ക്ഷുഭിതരാവുകയും തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് കണക്കാക്കേണ്ടതുണ്ടോ നവമി? ഒരുപക്ഷെ വി ഡി സതീശന്റെ പേരല്ലെങ്കിൽ എന്തായാലും നേരത്തെ നമ്മളോട് പ്രതികരിച്ച പ്രവർത്തകരൊക്കെ പറയുന്നത് മറിച്ച ഒരു പേരാണെങ്കിൽ ഞങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കും, മറ്റ് ഒരു പേരുകളും ഞങ്ങൾ അംഗീകരിക്കില്ല, മുഖ്യമന്ത്രിയായിട്ട് പട നയിച്ചവൻ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. ഇവർ പറയുന്നത് ഞങ്ങൾ നേതാക്കന്മാരല്ല, ഞങ്ങൾ സാധാരണ പ്രവർത്തകരാണ്, സാധാരണ ജനങ്ങളാണ്. ഞങ്ങൾ കണ്ടത് വി ഡി സതീശനെയാണ്. ഇത്രയേറെ വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ കയറും എന്ന ചങ്കുറപ്പോടെ പറഞ്ഞത് വി ഡി സതീശനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരല്ലാതെ പൊതുവെ അവിടെ വി ഡി സതീശന്റെ പേര് അദ്ദേഹത്തിന്റെ നാട്ടിലെ ആളുകൾ വളരെ ശക്തമായി ഉയർത്തുന്നു. പക്ഷേ ഞാനൊരു ചോദ്യം നവമിയോട് ചോദിക്കുന്നത്, നവമി കരുതുന്നുണ്ടോ വി ഡി സതീശൻ ഈ ഹൈക്കമാൻഡ് ഇത്രയും ഒക്കെ പ്രക്ഷോഭം ഉണ്ടായൊരു സാഹചര്യത്തിൽ വി ഡി സതീശനെ പ്രഖ്യാപിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെന്ന് നവമി കരുതുന്നുണ്ടോ? ഉറപ്പായും മനു, വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊപ്പം ലല്ലു കൂടി ഉണ്ട്. ലല്ലു, നവമിക്കൊരു വലിയ പ്രതീക്ഷയുണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയേക്കുമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ലല്ലു പക്ഷേ കൂടുതൽ KCയെ പിന്തുണച്ചുകൊണ്ടായിരിക്കും നിൽക്കുന്നത് അല്ലേ? മനു, വ്യക്തിപരമായി പറഞ്ഞാൽ ഈ 3 പേരിൽ ആര് മുഖ്യമന്ത്രിയായാലും സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ 3 പേരുടെ അവകാശവാദം കണക്കിലെടുക്കുമ്പോൾ 3 പേർക്കും അതിന് അർഹതയുണ്ട് എന്ന് ഇപ്പോൾ ഹൈക്കമാൻഡ് വിശ്വസിക്കുന്ന പോലെ ഞാനും വിശ്വസിക്കുകയാണ്. കാരണം ഞാൻ ഒരാളുടെ പേര് അങ്ങനെ പറയുന്നില്ല. കാരണം 3 പേരുമായിട്ടും അല്ലെങ്കിൽ 3 പേരും കോൺഗ്രസിലെ സീനിയർ നേതാക്കന്മാരാണ്. ഈ പറഞ്ഞ പോലെ വി ഡി സതീശൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ആര് വരുമെന്നാണ് ഞാൻ വ്യക്തിപരമല്ല എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായ വലിയ പ്രക്ഷോഭങ്ങളുണ്ട്, വലിയ എതിർപ്പുകളുണ്ട്, വലിയ എതിർ ശബ്ദങ്ങളുണ്ട്. ഫ്ലെക്സ് വലിച്ചീറലടക്കമുള്ള നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. അതൊരു വശത്ത് നിൽക്കുമ്പോൾ
ഈ രമേശ് ചെന്നിത്തല ഉയർത്തുന്ന ഒരു വാദം എന്നും പാർട്ടിക്ക് വിധേയനായി പാർട്ടിയുടെ അച്ചടക്കം പാലിച്ച് ഈ ഏറ്റവും കേരളത്തിൽ നിലവിൽ ഏറ്റവും സീനിയറായ നേതാവായ താൻ നിൽക്കുന്നു. അതുകൊണ്ട് തനിക്കൊരു ക്ലെയിമുണ്ട്. കഴിഞ്ഞ തവണ എത്രയോ കാലമായി പാർട്ടിക്ക് വേണ്ടി പലതരം ത്യാഗങ്ങൾ ചെയ്യുന്നു, സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ചോദിച്ചു വാങ്ങിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. AICCയുടെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവുന്നത് എത്രയോ കാലം മുമ്പ് ആക്കിയതാണ്. അത് മാത്രം, അതിനപ്പുറത്തേക്കൊന്നും ചോദിക്കുന്നില്ല. അത് ലല്ലു, നമുക്ക് VV അരുൺ കൂടെ എന്നോടൊപ്പം ചേരുന്നുണ്ട്. VV അരുൺ അവിടുത്തെ ഒരു വലിയ ആംബിയൻസിൽ നിൽക്കുകയായിരിക്കും. അവിടെ വലിയ ആൾക്കൂട്ടവും ആളുകളുടെ പല പല അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്. VV അരുൺ, നവമി എന്നോട് പറഞ്ഞത് VD സതീശൻ ആകും എന്നാണ് നവമി പ്രതീക്ഷിക്കുന്നത്. ലല്ലു രമേശ് ചെന്നിത്തലയുടെ പേരാണ് കൂടുതലും രമേശ് ചെന്നിത്തലയുടെ പേരാണ് പറയുന്നത്. VV അരുൺ എന്ത് തോന്നുന്നു? VV അരുൺ മനു, ഏതൊരു മലയാളി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു മുഖ്യമന്ത്രി വേണമെന്നുള്ളതാണ്. സ്വാഭാവികമായും എന്റെ ആഗ്രഹം തന്നെയാണ്, ഒരു മുഖ്യമന്ത്രി വേണം. അത് ഇനിയും വൈകാതെ വേണം. കാരണം 102 MLA-മാരുടെ പിന്തുണയുള്ള മുന്നണിയാണ് UDF. ഇതുവരെ മുഖ്യമന്ത്രി ആരെന്ന തീരുമാനമായിട്ടില്ല. ഏതായാലും മുഖ്യമന്ത്രി ആരാകണമെന്ന് കൃത്യമായ അഭിപ്രായമുള്ള കോൺഗ്രസ് പ്രവർത്തകർ, ഇവിടെ പ്രാദേശിക നേതാക്കളൊക്കെ ഉണ്ട്. ഇന്ന് മുഖ്യമന്ത്രി വരുമോ? ആര് വരും? VD സതീശൻ സാർ തന്നെ വരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നമുക്ക് നല്ല ശുഭപ്രതീക്ഷയാണ്. ഏറ്റവും അനുയോജ്യമായി UDF-നെ ലീഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മുഖ്യമന്ത്രിയായിരിക്കും. അത് നമ്മുടെ ഹൈക്കമാൻഡ് ഉറപ്പായിട്ടും തീരുമാനിച്ചു. VD സതീശൻ വേണമെന്ന് പറഞ്ഞ പോലെ ധൈര്യമായിട്ട് പറയാനുള്ള ഇതില്ല. ധൈര്യത്തിന്റെ കുറവൊന്നുമില്ല. ഇത്രയും സീറ്റ് 102 സീറ്റ് നമ്മൾ ജയിച്ചില്ലേ, ഇതിൽ കൂടുതൽ എന്ത് വേണം നമുക്ക്? ജയിപ്പിച്ച ആൾ തന്നെ വരണമെന്നാണോ, അല്ല അവിടെ നിന്ന് ചരട് വലിച്ച ആൾ വരണോ? ഇവിടെ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. UDF-ന്റെ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള നമ്മുടെ എല്ലാവരെയും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. ജീവൻ കൊടുത്ത സാറാണ് VD സതീശൻ സാറ്. ജീവനില്ലാതെ കിടക്കായിരുന്നു അല്ല, എങ്കിലും ജീവൻ ഉണ്ടായിരുന്നു. എങ്കിലും അങ്ങേ അധികം ഒരുപാട് ആദ്യ ജീവൻ ഉണ്ടായിരുന്നു. ഇല്ല, പകുതി എന്ന് പറയാന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങളെല്ലാം ഒന്ന് ഉണർത്തിയെടുത്തു. അങ്ങനെ ജനങ്ങളെല്ലാം ഉണർത്തിയെടുത്ത് ജനങ്ങളിലോട്ട് കൊണ്ടുവന്നു നമുക്കൊരു നല്ലൊരു സർക്കാർ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പായിട്ട് അറിയായിരുന്നു. അതിന് യോഗ്യം എന്തായാലും VD സതീശൻ സാർ ആണോ? അധ്വാനിച്ചവൻ പ്രതിഫലം കൊടുക്കേണ്ടത് നിർബന്ധമായും അത്യാവശ്യമാണ്. അത് VD അർഹതപ്പെട്ടതാണ്. VD സതീശനാണ് അധ്വാനിച്ചല്ലേ ഒരു സർക്കാർ ഉണ്ടാക്കാൻ? അഭിപ്രായമില്ല. ആര് നേതൃത്വം കൊടുത്താലും ഇതേ റിസൾട്ട് വരും. ഈ രണ്ട് വിഭാഗത്തിലുള്ള ഏത് നേതാവ് അല്ല, മൂന്നുണ്ട്. രമേശ് വിഭാഗത്തിലുള്ള നേതാക്കന്മാർ ചരട് വലിച്ചാലും ഇതേ റിസൾട്ട് വരും. മൂന്നുപേർക്ക് ഈക്വൽ പരിഗണനയുണ്ട്. ആര് മുഖ്യമന്ത്രിയാവും? ഒരാൾക്കേ പറ്റൂ. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്താവും ആര് മുഖ്യമന്ത്രി? ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം നമ്മളെല്ലാവരും അംഗീകരിക്കും. കാരണം ജനാധിപത്യ രാജ്യമാണ്. കാരണം എല്ലാവരും ഐക്യത്തോടെ സമന്വയം ഉണ്ടാക്കി മാത്രമേ ഇത് പാർട്ടി മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ട് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം നമ്മളെല്ലാവരും അംഗീകരിച്ചേ പറ്റൂ. 10 ദിവസമായി. എന്താണ് ഹൈക്കമാൻഡ് ഇത്രയും വൈകിക്കുന്ന തീരുമാനം? നമുക്ക് ഇപ്പൊ ഏറ്റവും സംസിദ്ധമായ ഒരു ഭരണം എന്തായാലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നമുക്ക് ജനങ്ങളെല്ലാം നമ്മുടെ ഏറ്റവും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. തീർച്ചയായും സംസിദ്ധമായിട്ടൊരു ഭരണം ഉണ്ടാവും ഇവിടെ. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് കറക്ഷൻ ഉണ്ടാവരുത്. നമുക്ക് ഈ ഇവിടുന്ന് ആരായിരിക്കും നയിക്കാൻ പോകുന്നത്? ഇത്രയും വൈകിച്ചത് ഒരു ഈ വിജയത്തിന്റെ ഒരു വലിയ തിളക്കമോ കുറച്ചില്ലേ? വിജയത്തിന്റെ തിളക്കമൊന്നും വലുതായിട്ടൊന്നും കുറഞ്ഞിട്ടില്ല. ഇപ്പൊ LDF-ന്റെ ഭാഗത്ത് അവിടെ പ്രതിപക്ഷ നേതാവ് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി ആദ്യം വരണ്ടേ? മുഖ്യമന്ത്രി അല്ല, പ്രതിപക്ഷ നേതാവ് വന്നിട്ടില്ലല്ലോ. പക്ഷേ തീർച്ചയായിട്ടും ഇന്ന് വളരെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു തീരുമാനം ഒന്നും ഉണ്ടാവും. അത് മാത്രമല്ല, ഈ ഉണ്ടാകുന്ന തീരുമാനം മാത്രമല്ല, ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന ഇവിടെ ഒരു സംശുദ്ധ ഭരണം ഉണ്ടാവണം. കൂടുതൽ ആളുകൾ ഉണ്ടാവണം. ഇന്ന് 7 മണിക്കൂർ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ അരുൺ, ഏതായാലും പാർട്ടി ആസ്ഥാനത്ത് ആളുകൾക്ക് അങ്ങനെ പേര് തുറന്നു പറയാൻ കുറച്ചു പേർക്ക് കഴിയുന്നുള്ളൂ. പക്ഷെ അവിടെ അരുൺ മനസ്സിലാക്കുന്നത് കൂടുതൽ ആളുകൾ VD സതീശനൊപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? ഇന്ന് കരുതാൻ. കാരണം കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ഇവിടെ ഏതാണ്ട് ഇതേ സമയം വന്നിരുന്നു. വലിയ ആൾക്കൂട്ടമായിരുന്നു. ഏതാണ്ട് 6:30 കൂടി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്ന സൂചനകൾ അന്ന് വന്നിരുന്നു. ആ സമയത്തൂടെ ഇതിലും വലിയ ആൾക്കൂട്ടമായിരുന്നു. KPCC ആസ്ഥാനത്ത് മുന്നിൽ മാത്രമല്ല, ഈ അകത്തും ഇവിടെ ന്യൂസ് ചാനലുകൾ മാറി മാറി കണ്ട് മുഖ്യമന്ത്രിയെ ഉടൻ തീരുമാനിക്കുമെന്ന പ്രതീക്ഷയിൽ ഇവിടെ നിരവധി ആളുകളുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇവിടെ വളരെ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന KC വേണുഗോപാൽ അനുകൂലികളായിരുന്നു ഏറെ ഉണ്ടായിരുന്നത്. KC വേണുഗോപാൽ
സംസ്ഥാനത്തെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, കോൺഗ്രസിന്റെ സംഘടന, കേരളത്തിലെ സംഘടനാ ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ, അദ്ദേഹം കെ സി വേണുഗോപാൽ അനുകൂലിയാണ്. അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു വന്ന് അവരൊക്കെ ഉടൻ പ്രഖ്യാപനം വരുമെന്ന പ്രതീക്ഷയിൽ കെ സി വേണുഗോപാലിന് വേണ്ടി ആർപ്പ് വിളിക്കാൻ കാത്തിരുന്നവരാണ്. ഒരു വേള അവർ കേക്കും ലഡുവും ഒക്കെയായി ഇവിടെ എത്തി ആഘോഷിക്കാൻ, മധുരം വിതരണം ചെയ്യാൻ കാത്തിരുന്നു. വലിയൊരു ആൾക്കൂട്ടം ഈ ഭാഗത്ത്, ഞാൻ നിൽക്കുന്ന KPCC ഓഫീസിന്റെ ഈ വരാന്തയിൽ, ഇവിടെ TV ചാനലുകൾ TV ഒക്കെ വച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്തരമൊരു ആൾക്കൂട്ടം ഇവിടെയില്ല. അന്ന് ഉണ്ടായിരുന്ന ആൾക്കൂട്ടത്തിലെ കൂടുതൽ പേരും ഏതാണ്ട് 90% കെ സി വേണുഗോപാൽ അനുകൂലിക്കുന്നവരായിരുന്നു. അത്തരത്തിലൊരു ആൾക്കൂട്ടം ഇവിടെ ഇല്ല എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപക്ഷെ തീരുമാനം വന്ന ശേഷം ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചിരിക്കുന്നവരാകാം, അല്ലെങ്കിൽ മറ്റേതൊരു സ്ഥലത്ത് സംഘടിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് ആ ഒരു ടീം ഇവിടെ ഇല്ല. പകരം കൂടുതൽ VD സതീശൻ അനുകൂലിക്കുന്ന ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പലരും നേരത്തെ മനു കേട്ടതുപോലെ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് തുറന്നു പറയാൻ മടിയുള്ള യഥാർത്ഥ കോൺഗ്രസ് വികാരം ഉൾക്കൊള്ളുന്ന പ്രവർത്തകർ ആര് വന്നാലും ഒരു സംശുദ്ധ ഭരണമുണ്ടാകണം, അഴിമതിരഹിത ഭരണമുണ്ടാകണം, അതിനുള്ള മാൻഡേറ്റാണ് ജനം നൽകിയത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഭരണമുണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാതോർത്തിരിക്കുന്ന, ഹൈക്കമാൻഡ് തീരുമാനത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ KPC ആസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ ഇനിയുള്ള സമയം കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയേക്കാം. ഏതായാലും വലിയ പ്രതീക്ഷയാണ്, വലിയ ആകാംക്ഷയാണ് ഇവിടെയും. 3 ക്യാമ്പും ഇപ്പോഴും സജീവ പ്രതീക്ഷയിലാണ്. എല്ലായിടത്തും ആൾക്കൂട്ടമാണ്. എല്ലാവർക്കും മുഖ്യമന്ത്രി ആര് എന്ന് അറിയണം എന്നൊരു ആകാംക്ഷയുണ്ട്. VV അരുണും എനിക്ക് തോന്നുന്നത് അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് പേര് ആരുടെയാണ് പിന്തുണയ്ക്കുന്നത്, അല്ലെങ്കിൽ ആര് വരും എന്ന് പ്രതീക്ഷിക്കുന്നതിനെ കുറിച്ച് തുറന്നു പറയാൻ അരുണിനും ഒരു ചെറിയ ആശങ്കയുണ്ട്. കാരണം പല നേതാക്കളെ അനുകൂലിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ലല്ലു, അതാണ്. ഏതായാലും തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള രമേശ് ചെന്നിത്തലയുടെ വീട്ടിലും ഇതുപോലെ വലിയ ആൾക്കൂട്ടമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിക്ക് മുന്നിലും ആളുകൾ അവിടെയും തടിച്ചുകൂടിയിട്ടുണ്ട്. ഏതായാലും അവിടെ എത്തി കെ സി വേണുഗോപാലിനോട് എന്തായിരിക്കും പറയുക എന്നൊരു വലിയ ചോദ്യമാണ് അവിടെ ഉള്ളത്. കോൺഗ്രസ് ഒരു മാരത്തൺ ചർച്ചയാണ് നടത്തിയത്. എല്ലാ ഘട്ടത്തിലും എല്ലാ ആളുകളുടെയും അഭിപ്രായങ്ങൾ ആരായുന്ന ഒരു വിവരം നമുക്ക് കാണാൻ കഴിഞ്ഞു. ആദ്യഘട്ടങ്ങളിൽ അത് ഈ ക്ലെയിം ഉന്നയിക്കുന്ന ആളുകളാണെങ്കിൽ, പിന്നീട് കേരളത്തിലെ മുൻ കോൺഗ്രസ് നേതാക്കൾ, KPCC പ്രസിഡന്റിൻ്റെ, മുൻ KPCC പ്രസിഡന്റുമാരുടെ, വൈസ് പ്രസിഡന്റുമാരുടെ, അതുപോലെ കേരളത്തിലെ എല്ലാ പ്രമുഖ നേതാക്കളുടെയും ഒക്കെ അഭിപ്രായം ആരാഞ്ഞു. പക്ഷേ കോൺഗ്രസിൻ്റെ ശൈലി ഒരു വശത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ കണ്ടിട്ടുള്ളത് ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണയുള്ള ആൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലല്ലു പറഞ്ഞ ഒരു കാര്യം അവിടെ പ്രസക്തമാണ്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു വലിയ തർക്കം നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെ പേര് വരാം. പക്ഷേ കേരളത്തിലെ വലിയ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ രോഷപ്രകടനങ്ങൾ കൊണ്ട് ഒരുപക്ഷെ VD സതീശന് അനുകൂലമായൊരു നിലപാടുണ്ടായേക്കാം. അല്ല, MLA-മാരുടെ മാത്രം കണക്ക് നോക്കുകയാണെങ്കിൽ അത് ഒടുവിൽ നറുക്ക് വീഴാൻ പോകുന്നത് KCക്കായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായി കണ്ടിട്ടുള്ളത്, കോൺഗ്രസിൻ്റെ കർണാടക തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തപ്പോഴൊക്കെ കണ്ടിട്ടുള്ളത് കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ള ആളുകളിലേക്ക് പേരെത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ ആകും എന്ന ഒരു കണക്കുകൂട്ടലാണ് കൂടുതലായി ഉള്ളത്. പക്ഷേ അത് മാറാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് എല്ലാ ഘട്ടത്തിലും ഓർമ്മിക്കും. കാരണം ഇത്രയും നീണ്ട ഒരു മാരത്തൺ ചർച്ച നടക്കുന്നു. ഇനിയിപ്പോൾ ദീപദാസ് മുൻഷി ഇവിടെ വന്ന് ഈ പ്രഖ്യാപനം നടത്തേണ്ട ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. ലല്ലു, പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വലിയ കാര്യം, എല്ലാ കാലത്തും കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം തർക്കങ്ങൾ, ഇപ്പോൾ രാജസ്ഥാനിൽ 2018 തർക്കം, കർണാടകയിൽ ഇപ്പോൾ 2023 തർക്കം, ഇതൊക്കെ കോൺഗ്രസിൻ്റെ ഒരു രീതിയാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. പക്ഷേ പലയിടത്തും അതിൻ്റെ കെട്ടുറപ്പിനെ ബാധിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ അത് ബാധിച്ചു. മധ്യപ്രദേശിൽ കമൽനാഥും ജ്യോതിരാദിത്യ സിന്ധ്യയും ഒക്കെ തമ്മിലുള്ള തർക്കം പിന്നെ എത്തിച്ചേർന്നത് എവിടെയെന്ന് നമുക്കറിയാം. ഉത്തരാഖണ്ഡിൽ നമ്മൾ ഇതേ തർക്കം കണ്ടു. ആന്ധ്രാപ്രദേശിൽ ആദ്യം YSRൻ്റെ കാലത്ത് ഉണ്ടായ അധികാര കൈമാറ്റത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലശേഷമുള്ള പിന്തുടർച്ചാവകാശം സംബന്ധിച്ചൊക്കെയുള്ള തർക്കം കോൺഗ്രസിലെ എല്ലാ ഘട്ടത്തിലും ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമാനമായ രീതിയിലുള്ളൊരു ആശങ്ക വരും എന്ന് കോൺഗ്രസ് പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ ഈ ഘട്ടത്തിൽ കഴിയും എന്ന് കരുതേണ്ടതുണ്ടോ? ലല്ലു, എന്താണ് അത് സംബന്ധിച്ച് കരുതുന്നത്? ഇത് ഈ പ്രശ്നരഹിതമായ ഒരു സത്യപ്രതിജ്ഞ നടപ്പിലാക്കാൻ കഴിയുമോ കോൺഗ്രസ് നേതൃത്വത്തിന്? മനു, എനിക്ക് തോന്നുന്നത് ഈ സാക്ഷാൽ K കരുണാകരൻ, K മുരളീധരനും DIC എന്നൊരു പാർട്ടി ഉണ്ടാക്കി കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയിട്ടും ഒന്നും സംഭവിക്കാത്തൊരു പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ്. അന്ന് നമുക്കറിയാം, രമേശ് ചെന്നിത്തല KPCC പ്രസിഡൻ്റായിട്ട് വരുന്നു. അദ്ദേഹം 9 വർഷം തുടർച്ചയായി KPCC പ്രസിഡൻ്റായിരിക്കുന്നു. പോയ കരുണാകരനും മുരളീധരനും ഒക്കെ അതുപോലെ തന്നെ തിരിച്ചു വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടാണ്. കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത്, കേരളത്തിലെ കോൺഗ്രസ് വികാരം നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ്.
ഈ കാണുന്ന ഇപ്പം നേതാക്കന്മാർക്ക് വേണ്ടിയുള്ള ഈ ബഹളവും മുറവിളിയുമെല്ലാം ഞാൻ പറയുന്നു, ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാൽ, ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ പരമാവധി 1-2 ദിവസം ഈ പ്രതിഷേധങ്ങളുണ്ടാകും. അത് കഴിഞ്ഞാൽ എല്ലാം പഴയപടിയാകും കോൺഗ്രസിൽ എന്നാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നമ്മൾ കോൺഗ്രസ് രാഷ്ട്രീയം കാണുന്നതാണ്. 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ എത്തിയ ആ ഒരു അതിൻ്റെ ഒരു ആവേശം മാത്രമായിട്ട് ഇത് കാണാനാണ് എനിക്കിഷ്ടം. കാരണം ഈ പറഞ്ഞ പോലെ 3 നേതാക്കന്മാർക്കും അവരുടേതായിട്ടുള്ള ക്ലെയിമുണ്ട്, അവരുടേതായിട്ടുള്ള അവകാശവാദങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള അർഹതയുമുണ്ട്. ഏറ്റവും സീനിയർ രമേശ് ചെന്നിത്തലയാണ്. ഡൽഹിയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ മുഴുവൻ നിയന്ത്രിച്ചതും നയിച്ചതും കെ.സി. വേണുഗോപാലാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കേരളമാകെ ഓടി നടന്ന് ഈ മുന്നണിയെ നയിക്കുകയും മുന്നണിക്ക് വേണ്ടി വേർപ്പൊഴിക്കുകയും ചെയ്തത് വി.ഡി. സതീശനാണ്. ഇക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ആത്യന്തികമായി ഹൈക്കമാൻഡ് പരിഗണിക്കുന്ന ഘടകങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ MLA-മാരുടെ ഭൂരിപക്ഷമാണെങ്കിൽ തീർച്ചയായും അത് കെ.സി. വേണുഗോപാലിനാണ്. അത് പക്ഷേ ഘടകകക്ഷികൾ അടക്കമുള്ളവർ വി.ഡി. സതീശനുണ്ട്. നമുക്കറിയാം മുസ്ലിം ലീഗൊക്കെ പരസ്യമായി ഒരു നിലപാടെടുത്ത് നിൽക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് അതൊന്ന് നവമിയോട് കൂടി ചോദിക്കേണ്ടി വരും. കാരണം നവമി, ഇവിടെ ലല്ലു ഉയർത്തിയ ഒരു വലിയ കാര്യം കണ്ടു. MLA-മാരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിനാണ്. നവമി വി.ഡി. സതീശനെ ആണ് സാധ്യത എന്നുള്ളതാണ് കണക്കാക്കുന്നത്. വി അരുണിന് ഇന്ദിരാഭവനിൽ നിൽക്കുന്നതുകൊണ്ട് അത് മുഴുവനെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ലല്ലു പക്ഷേ രമേശ് ചെന്നിത്തലയാണ് ആവുമെന്നാണ് കരുതുന്നത്. ഞാൻ കെ.സി. വേണുഗോപാലാകുമെന്ന് ആണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ ഘടകകക്ഷികളുടെ ഒരു പേര്, ഘടകകക്ഷികൾ പറയുന്ന ഒരു പേര്, അതിന് ഒരു പ്രാധാന്യം ഹൈക്കമാൻഡ് നൽകും എന്ന് അവിടുത്തെ ഘടകകക്ഷികൾ കരുതുന്നുണ്ടോ? അങ്ങനെ വന്നില്ലെങ്കിൽ ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് എന്തൊരു സമീപനം ഉണ്ടാകും നവമി? UDF മൊത്തത്തിലെടുക്കുന്ന ഒരു പേരാണ് പിന്നെ വി.ഡി. സതീശനെന്ന്. അപ്പോൾ ആ ഘടകകക്ഷികൾക്ക് പലർക്കും വി.ഡി. സതീശനോടൊരു താല്പര്യമുണ്ട്. അത് അവരുടെ ഈ താല്പര്യം ഹൈക്കമാൻഡ് അംഗീകരിക്കുമെന്നാണോ അവർ കരുതുന്നത്? ഘടകകക്ഷികൾ എന്താണ് അവിടെ നിന്നുള്ള ഒരു പ്രതീക്ഷയായി പങ്കുവയ്ക്കുന്നത്? മനു, ആ ഒരു പ്രതീക്ഷ തന്നെയാണ്. ഘടകകക്ഷികൾ വി.ഡി. സതീശന്റെ പേരാണ് തുടക്കം മുതൽ പറയുന്നത്. അത് ഈ മുഖ്യമന്ത്രി തീരുമാനത്തിൽ അതും നിർണായകമാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും 10 ദിവസമായി ഈ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നു. വളരെ മാരത്തോൺ ചർച്ചകൾ നടക്കുന്നു. കേരളത്തിലോ ആയാലും ഡൽഹിയിലായാലും ചർച്ചകളാണ്. പക്ഷെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഘടകകക്ഷികളുടെ ഒരു നിലപാടും എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമുക്ക് ഇവിടെയുള്ള പ്രവർത്തകരോടൊക്കെ ചോദിക്കുന്നത്, കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട്, വലിയ ആവേശത്തിൽ തന്നെയാണ്. സംസാരിക്കാം. ഓക്കെ, അവരോട് എന്തായാലും തൽക്കാലം മറ്റ് പരസ്യ പ്രസ്താവനകളൊന്നും നടത്തണ്ട, അവർ കുറച്ച് കഴിഞ്ഞിട്ട് അവരോട് സംസാരിക്കാമെന്നൊരു നിർദ്ദേശമാണ് വി.ഡി. സതീശന്റെ ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ വീട്ടിൽ നിന്നും നൽകിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പൊ പ്രതികരിക്കേണ്ട എന്ന ഒരു സന്ദേശമാണ് വരുന്നത്. എന്നോടൊപ്പം കിരൺ ബാബു കൂടി ചേരുന്നുണ്ട്. കിരൺ ബാബു ഡൽഹിയിൽ ചെന്നു, വളരെ അടുത്തു നിന്ന് ഈ ചർച്ചകളെല്ലാം കണ്ടു. ഇപ്പോൾ കിരൺ ബാബു കണക്കാക്കുന്നത് എന്താണ്? ആർക്ക് ഇതിൻ്റെ നറുക്ക് ആത്യന്തികമായി വീഴുമെന്നാണ്? ഇത് എന്തായാലും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ എന്തെങ്കിലും സംശയിക്കേണ്ടതുണ്ടോ കിരൺ ബാബു? ഇത് നാളത്തേക്ക് നീളാൻ സാധ്യതയുണ്ടോ? മനു, ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുന്ന കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് ഒന്നും പറയാൻ കഴിയില്ല. അങ്ങനെയാണ് പ്രതീക്ഷ. പൊതുവായി ഇനി വൈകിക്കരുത് എന്നൊരു സന്ദേശം പൊതുവെ എന്തും സംഭവിക്കാം അല്ലേ? അതുകൊണ്ട് അത് തന്നെയാണ്, പാർട്ടി കോൺഗ്രസ് ആണ്, എന്ത് സംഭവിക്കാം. കാര്യം ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാവണമെന്ന ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ സ്വാഭാവികമായും ഇന്ന് പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന് കരുതുന്നു. കാരണം ഈ എല്ലാ റൗണ്ട് ചർച്ചകളും പൂർത്തിയായി കഴിഞ്ഞു. കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായിട്ടെല്ലാം ചർച്ച ചെയ്തു. AK ആന്റണിയുമായി ചർച്ച ചെയ്തു. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും AK ആന്റണിയുമായി സംസാരിച്ചു. കേരളത്തിലെ മുൻ KPC അവരുമായിട്ടെല്ലാം VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങി MM ഹസൻ തുടങ്ങി എല്ലാ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചു. വർക്കിംഗ് പ്രസിഡന്റുമാരുമായി സംസാരിച്ചു. ഇതൊന്നുമല്ലാതെ MP-മാരുമായിട്ടുള്ള ആശയവിനിമയം നടത്തി രാഹുൽ ഗാന്ധി. അവർ എല്ലാവരുടെയും അഭിപ്രായം കൃത്യമായി തന്നെ ആര് എങ്ങനെ വന്നാൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം. ആദ്യഘട്ടത്തിലൊക്കെ ഇവരുടെയൊക്കെ അഭിപ്രായമായിരുന്നു തേടിയിരുന്നത്. പക്ഷെ അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ ഈ പ്രശ്നത്തിന് എങ്ങനെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലേക്കാണ് പോയത്. പക്ഷെ അപ്പോഴും ഈ 3 നേതാക്കളുമായും ഏതെങ്കിലും ഒരു നേതാവ് ചർച്ച നടത്തി 3 പേരുടെയും സമവായത്തിലെത്തിക്കാനുള്ള ഒരു ഫോർമുല ഇപ്പോഴും രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തണോ, അതോ 3 പേരെയും കൂടി ഒരിക്കൽ കൂടി 3 പേരുമായി ആശയവിനിമയം നടത്തി ഈ തീരുമാനം അംഗീകരിക്കണം, മറ്റേതെങ്കിലും ഒരു സമവായ ഫോർമുല സാധ്യമാണോ? അത്തരം ഒരു പരിശോധന കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു തീരുമാനമായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ മല്ലികാർജുൻ ഖർഗെയോ രാഹുൽ ഗാന്ധിയോ ഈ 3 പേരുമായും സംസാരിക്കാൻ സാധ്യതയുണ്ട്.
അതിനകത്തൊരു തീരുമാനം ആയാൽ സ്വാഭാവികമായും ആ തീരുമാനം പ്രഖ്യാപിക്കുകയും മറ്റുള്ളവർ അത് അംഗീകരിക്കുകയും ചെയ്യും. അത് അങ്ങനെയല്ല, അങ്ങനെ ഒരു തീരുമാനം അംഗീകരിക്കുന്നില്ല എന്നുള്ള നിലപാടാണെങ്കിൽ ഹൈക്കമാൻഡ് ചിലപ്പോൾ ഇന്ന് പ്രഖ്യാപിക്കാതെ നാളത്തേക്ക് പ്രഖ്യാപനം നീട്ടിവെച്ചേക്കാം. അതിനപ്പുറത്തേക്ക് പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാവും എന്ന് ഈ കോൺഗ്രസ് അത്ര എളുപ്പത്തിൽ നടത്താവുന്ന ഒന്നല്ല. കാരണം ഈ മൂന്ന് പേരുടെയും കിരൺ, ഏതായാലും രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെയുമായി നടത്തിയ ചർച്ചകൾ സമാപിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ഒറ്റ പേരുണ്ട്, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ചർച്ച കഴിഞ്ഞ് കാണുന്ന ആ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെയുമായി ചർച്ചകൾക്ക് ശേഷം പുറത്തിറങ്ങുന്നു. അദ്ദേഹം കൃത്യം അവിടെ 5:30 എത്തും എന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും ആ ചർച്ചകൾ കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചു. അദ്ദേഹം ഒറ്റ പേരിലേക്ക് എത്തി എന്ന സൂചന അതിന് മുന്നേ തന്നെ വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രേക്ഷകർ കാണുന്നത് രാഹുൽ ഗാന്ധി ചർച്ചകൾ കഴിഞ്ഞ് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തെ മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ നേരിട്ടെത്തി അദ്ദേഹത്തെ യാത്രയാക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ എന്തെങ്കിലും പ്രതികരിക്കുമോ എന്ന കാത്ത് മാധ്യമങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. സ്വാഭാവികമായും അവിടെ KC വേണുഗോപാലുമായി ആശയവിനിമയം നടന്നു കഴിഞ്ഞിട്ടുണ്ടാകണം. അതിനുശേഷമാണ് സ്വാഭാവികമായും ഈ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. അപ്പോൾ ഇതിൽ അവസാനത്തെ റൗണ്ടിൽ ആ പേരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചന. ഒറ്റ പേരിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ 3 പേരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ഫോർമുലയുമായി കോൺഗ്രസിന് വരാൻ കഴിയും എന്നാണ് ഒരു പ്രതീക്ഷ. ഏതായാലും രാഹുൽ ഗാന്ധി ചർച്ചകൾക്ക് ശേഷം മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നിന്ന് മടങ്ങുന്നു. സോണിയാഗാന്ധി നേരത്തെ അസുഖബാധിതയായി അവിടെ ഗുഡ്ഗാവിൽ ആശുപത്രിയിൽ നിന്ന് മടങ്ങിയെത്തി. അതിനുശേഷം സോണിയാഗാന്ധിയുടെ കൂടി താല്പര്യാർത്ഥമായിരിക്കാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതാണ് ഏറ്റവും ഒടുവിലത്തെ ചിത്രം. ചർച്ചകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ പ്രഖ്യാപനത്തിൻ്റെ ഇത് മാത്രമേ വരാനുള്ളൂ. ആരാണ് എന്ന പേര് പുറത്തേക്ക് വരാനുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ. VV അരുൺ, ഇത് ചർച്ചകൾ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. പേര് ഒറ്റ പേരിലേക്ക് എത്തിയിരിക്കുന്നു. 3 പേർക്കും അനുകൂലമായ ഒരു ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തിരുവനന്തപുരത്ത് വെച്ച് പ്രഖ്യാപനം നടക്കും എന്നായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ദീപാദാസ് മുൻഷി അധികം വൈകാതെ തലസ്ഥാനത്ത് എത്തും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നേരത്തെ അവർ ഉച്ചയ്ക്ക് വരാനായിരുന്നു തീരുമാനിച്ചത്. പിന്നീട് യാത്ര അത് റദ്ദ് ചെയ്ത് വൈകുന്നേരത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ദീപാദാസ് മുൻഷി എത്തും. ഒറ്റപ്പേരിലേക്ക് എത്തിക്കഴിഞ്ഞു. കേരളത്തിൽ ഉരുത്തിരിയുന്ന ഇനി പ്രതിഷേധങ്ങൾ തണുപ്പിക്കുക എന്നതാണ് മറ്റ് ഒരു പ്രധാന കടമ്പ കോൺഗ്രസിന് മുന്നിലുള്ളത്. അപ്പോൾ അരുൺ നിൽക്കുന്നിടത്തെല്ലാം എന്തായാലും ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കാൻ കഴിയും എന്ന് അവിടെ ആളുകൾ പറയുകയാണ്. അപ്പോൾ അതാണ് അവിടെ നിന്ന് അരുണിന് പങ്കുവെക്കാനുള്ളത്. ലല്ലു, ചർച്ചകളെല്ലാം അവസാനിച്ചു കേട്ടോ. ഇനി ആ ഒറ്റ പേര് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ കിരൺ ബാബു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പാർട്ടി കോൺഗ്രസ് ആണ്, അത് ഇന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊള്ളണം എന്നില്ല എന്ന്. കിരൺ എത്രയോ കാലം ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായി ജോലി ചെയ്തിട്ടുള്ള ആളാണ്. കിരൺ ബാബു ഈ കോൺഗ്രസിൻ്റെ ആ ഒരു സ്വഭാവം പറയുമ്പോൾ അത് വളരെ, എനിക്ക് തോന്നുന്നത് അതും ശരിയാകാം. ചിലപ്പോൾ പ്രഖ്യാപനം ഇനിയും നീളുമോ എന്ന സംശയത്തിന് കൂടി അത് വഴി നൽകുകയാണ്, അല്ലേ ലല്ലു? എനിക്ക് തോന്നുന്നത് ഇന്ന് ഈ പ്രഖ്യാപനം ഉണ്ടാകാൻ വഴിയില്ല എന്നുണ്ട്. കാരണം ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നമ്മൾ യാത്രക്കാരുടെ ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ 7:30 എത്തേണ്ട ദില്ലി ഫ്ലൈറ്റിൽ ദീപാദാസ് മുൻഷിയുടെ പേരില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഏതായാലും പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ദീപാദാസ് മുൻഷിയുടെ പേര് പാസഞ്ചേഴ്സ് ലിസ്റ്റിൽ ഇല്ല എന്നാണ്. എങ്ങനെയെങ്കിൽ ദീപാദാസ് മുൻഷി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കിനിയും വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയെ കണ്ടു, ചർച്ചയൊക്കെ നടത്തിയെങ്കിലും ഒരല്പം കൂടി നീളാൻ സാധ്യതയുണ്ട് ഈ പ്രഖ്യാപനം എന്നാണ് തോന്നുന്നത്. ഇവിടെ കേരളത്തിലെ ഇപ്പം 3 നേതാക്കൾ അല്ലെങ്കിൽ 2 ക്യാമ്പുകളിലും വലിയ ആൾക്കൂട്ടമുണ്ട്. KCയുടെ ക്യാമ്പിലും നേതാക്കളെല്ലാം എത്തിയിട്ടുണ്ട്. ഇന്ന് പ്രഖ്യാപിക്കണം എന്ന് ഈ അണികൾ ആവശ്യപ്പെടുന്ന പോലെ ഈ ഒരു അണികളുടെ ആവശ്യം ഒരുപക്ഷെ ഇന്ന് ഹൈക്കമാൻഡ് ഉൾക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. എനിക്ക് തോന്നുന്നത് ഒരു വട്ടം ചർച്ചകളൂടി നേരത്തെ പറഞ്ഞ പോലെ ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ കേരളത്തിലെത്തി ഘടകകക്ഷികളെ കണ്ടേക്കും എന്നും ചില നേതാക്കൾ സൂചന നൽകുന്നുണ്ട്. ഏതായാലും വളരെ വലിയ ചർച്ചകൾ നടക്കുന്നു. ഏത് നിമിഷവും ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കിരൺ പറഞ്ഞ പോലെ പാർട്ടി കോൺഗ്രസ് ആണ്. ഇതല്ല, ഇനിയും അത്ഭുതങ്ങൾ, ഇനിയും കാത്തിരിപ്പ് നീളാനുള്ള സാധ്യത. നമുക്ക് ലല്ലു ഒന്ന് VV അരുണിലേക്ക് കൂടി ഒന്ന് പോയിട്ട് വരാം. VV അരുൺ, അപ്പോൾ പേര് ഏറെക്കുറെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ
അത് തറപ്പിച്ച് പറയാറായിട്ടില്ല. പക്ഷേ നമുക്കൊക്കെ ഏറെക്കുറെ പേരുകൾ ഇങ്ങനെ കിട്ടിത്തുടങ്ങുന്നുണ്ട്. അപ്പോൾ വി അരുൺ, അവിടുത്തെ ഒരു മൂഡ് എന്താണ്? ഏതായാലും വി അരുൺ പറയുന്നത് അവിടെ ആളുകളെല്ലാം ഹൈക്കമാൻഡിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ആളുകളാണ് അവിടെ കൂടുതലുള്ളത്. KC അനുകൂലികളെ കാണാനില്ല, VD അനുകൂലികളാണ് കൂടുതലുമായി എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ തന്നെ കോൺഗ്രസ് കൂടുതൽ കനക്കുകയാണ് കോൺഗ്രസിനകത്ത്, അല്ലേ? എന്ന് വേണം കരുതാൻ. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായും മനുവും നേരത്തെ അതുപോലെ കിരൺ ബാബുക്ക് പറഞ്ഞതുപോലെ പൂർണ്ണമായും ഒന്നും ഉറപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എന്താണ് രാഹുൽ ഗാന്ധി ഖാർഗെയുമായി നടത്തിയ ചർച്ചയിൽ എടുത്ത തീരുമാനം, എന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? KC വേണുഗോപാലുമായി ഇവർ അത് കൺവേ ചെയ്തിട്ടുണ്ടോ? KC വേണുഗോപാൽ പൂർണ്ണമായും KC വേണുഗോപാലിനെതിരായ ഒരു തീരുമാനമാണെങ്കിൽ അത് അംഗീകരിക്കുമെന്ന കാര്യത്തൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും തീരുമാനം അധികം നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയില്ല. ദീപാദാസ് മുൻഷി എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വിമാനം ഫ്ലൈറ്റ് ഇപ്പോൾ ഡിലേ ആണ്. 7:22-നാണ് അത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുമെന്ന് അറിയാൻ കഴിയും. നേരത്തെ അത് 6:50 എത്തേണ്ട വിമാനമായിരുന്നു. ദീപാദാസ് മുൻഷി ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. ഇന്ന് രാവിലെ തന്നെ അവർ തിരുവനന്തപുരത്തേക്ക് വരാനായി എയർപോർട്ടിലേക്ക്, ബംഗളൂരു വഴിയുള്ള വിമാനത്തിൽ തിരുവനന്തപുരത്ത് വരാനായി എയർപോർട്ടിലേക്ക് തിരിച്ചതാണ്. വഴിമധ്യേ അവർ തിരികെ പോവുകയായിരുന്നു. വീണ്ടും ACC ആസ്ഥാനത്തേക്ക് അവർ മടങ്ങിപ്പോവുകയായിരുന്നു. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മുൻഷി തിരുവനന്തപുരത്തേക്ക് വരുന്നു. രാവിലെ ഇത് അവർ വീണ്ടും ഇവിടെ വന്നൊരു നിയമസഭാ കക്ഷി യോഗമൊക്കെ വിളിക്കുമെന്ന സൂചനകളാണ് ആദ്യം പുറത്തു വന്നത്. പക്ഷേ അത് പിന്നീട് കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ അത് നിഷേധിച്ചു. അത്തരത്തിലൊരു നിയമസഭാ കക്ഷി യോഗത്തിന്റെ ആവശ്യം ഇനിയില്ല, അത്തരം തീരുമാനവും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഇപ്പോഴും ദീപാദാസ് മുൻഷിയുടെ വരവ് സംബന്ധിച്ച് അനിശ്ചിതത്വം, ലല്ലു റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ അനിശ്ചിതത്വം ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അവർ 7:22 എത്തുമെന്ന തരത്തിലുള്ള സൂചനകളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് ആരും സ്ഥിരീകരിക്കുന്നില്ല. KPC ആസ്ഥാനത്ത് പ്രധാനപ്പെട്ട നേതാക്കൾ ആരുമില്ല. സംഘടനാ ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ഉച്ചവരെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനായി പോയിരിക്കുമെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള നേതാക്കൾ ആരുമില്ല. പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും മാത്രമാണ് ഇപ്പോൾ KPCC ആസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ദീപാദാസ് മുൻഷി ഇവിടേക്ക് വരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു വ്യക്തത നൽകാൻ കഴിയുന്നില്ല. 7:22 വിമാനത്തിൽ വരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കോൺഗ്രസ് നേതൃത്വമാകട്ടെ ഇതിലൊക്കെ വലിയൊരു രഹസ്യാത്മകത ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നു. അതിനുമപ്പുറത്തേക്ക് പലർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തതയില്ല. നേരത്തെയൊക്കെ പല തീരുമാനങ്ങളും കോൺഗ്രസിൽ അത്ര രഹസ്യമായി വെക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. അവർ തീരുമാനിക്കും മുമ്പ് തന്നെ അത് മാധ്യമങ്ങളിലൂടെ ചോർന്ന് പുറത്തു വരാറുണ്ട്. അത്തരത്തിലൊരു രഹസ്യാത്മകത ഒരു ഘട്ടത്തിലും കാത്തുസൂക്ഷിക്കാൻ കഴിയാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷെ ഇപ്പോൾ ഉന്നത നേതാക്കൾക്ക് പോലും ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യമുണ്ട്. ഒരു മിനിറ്റ് അരുണിലേക്ക് മടങ്ങി വരാം. കിരൺ, ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് ദീപാദാസ് മുൻഷി എത്തുമെന്നാണ്. ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു, പക്ഷേ വന്നില്ല. വൈകുന്നേരം 7:30 എത്തും എന്ന് പ്രതീക്ഷിച്ചു, വന്നിട്ടില്ല. ആ ഫ്ലൈറ്റിലെ പാസഞ്ചറുകളുടെ ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതിൽ കാണുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി ചർച്ചകൾ കഴിഞ്ഞ് മടങ്ങിയിരിക്കുന്നു. ഒറ്റ പേരിലേക്ക് എത്തി എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. പക്ഷേ അത് ഇന്ന് പ്രഖ്യാപിക്കാൻ സാധ്യത മങ്ങുകയാണോ? ഇപ്പോൾ ഈ ചിത്രമൊക്കെ കാണുമ്പോൾ കിരൺ എന്താണ് തോന്നുന്നത്? മനു, സ്വാഭാവികമായും ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഹൈക്കമാൻഡ് നേരത്തെ തന്നെ പ്രഖ്യാപിക്കാനായിരുന്നുവെങ്കിൽ അത്ര ഒരു പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുന്നതിന് കാര്യമായ തടസ്സം ഉണ്ടായിരുന്നില്ല. കാരണം കോൺഗ്രസ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത് എപ്പോഴും പാർലമെന്ററി പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ MLA-മാർ ആരെ അനുകൂലിക്കുന്നു അവരെ മുഖ്യമന്ത്രിയായി, അവരെ പാർലമെന്ററി പാർട്ടി ലീഡറായി പ്രഖ്യാപിക്കുക, അവർ മുഖ്യമന്ത്രിയാവുക. ഇതാണ് കോൺഗ്രസ് തുടർന്നു വരുന്ന രീതി. പക്ഷെ കേരളത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ ചില പ്രത്യേകതകളൊക്കെ ഇക്കുറി ഉണ്ടായി. അതിൽ ഘടകകക്ഷികളുടെ നിലപാട്, സാധാരണഗതിയിൽ ഘടകകക്ഷിയുടെ മുഖ്യമന്ത്രി തീരുമാനത്തിന് മുമ്പ് ഘടകകക്ഷിയുടെ അഭിപ്രായം തേടുന്ന ഒരു പതിവില്ല. പക്ഷേ ഇത്തവണ ഘടകകക്ഷിയുടെ അഭിപ്രായം തേടി ഘടകകക്ഷികൾ വളരെ വ്യക്തമായി തന്നെ ഒരു അഭിപ്രായം പറഞ്ഞു. അത് എന്തായാലും ഭൂരിപക്ഷം MLA-മാർ പിന്തുണയ്ക്കുന്ന നേതാവിനെ ആയിരുന്നില്ല പറഞ്ഞത്. ഭൂരിപക്ഷം MLA-മാരെ പിന്തുണ KC വേണുഗോപാലിനായിരുന്നു. ഈ ഘടകകക്ഷികളുടെ അടക്കം അഭിപ്രായം ഉണ്ടായിരുന്നത് അത് VD സതീശൻ തന്നെയായിരുന്നു. കേരളത്തിൽ ഒരു ടീം UDF എന്ന നിലയിലാണ് മുന്നോട്ട് പോയത്. അതിന്റെ വിജയമാണ് എന്നുള്ളത് ഘടകകക്ഷികളും VD സതീശനും ഈ വാദമാണ് ഉയർത്തുന്നത്. അത് സ്വാഭാവികമായും ഇതിൽ ഏത് വാദത്തെ അംഗീകരിക്കണം, ആരെ അംഗീകരിച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള വിഷയമുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് രമേശ് ചെന്നിത്തല. ഈ രണ്ടുപേരും പലതരത്തിൽ പ്രഷർ ഹൈക്കമാൻഡിന് മുന്നിൽ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്താതെ പാർട്ടി തീരുമാനം ഏതായാലും അനുസരിക്കും. താൻ മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മാറ്റിയതും ഭൂരിപക്ഷം നോക്കി അല്ലാതെ താൻ അംഗീകരിച്ചാണെന്നുള്ള വാദം അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ഹൈക്കമാൻഡ് മുന്നിലുള്ള വിഷയം ഒരാളുടെ പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പ്രഖ്യാപനം കൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന വിജയത്തിന്റെ ശോഭ കെടാതെ എങ്ങനെ കാക്കാം എന്നുള്ളതാണ്. അവിടെയാണ് ഇത്തരം ഒരു ഫോർമുലയെ കുറിച്ച് അവർ ആലോചിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് തീരുമാനം ഉണ്ടാവാനുള്ള സാധ്യതയിൽ ഒരു സംശയം പ്രകടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, അങ്ങനെയാണെങ്കിൽ ഇത്തരം ഒരു ഫോർമുല ഈ പ്രധാനപ്പെട്ട നേതാക്കളുമായി 3 നേതാക്കളുമായിട്ടെങ്കിലും സ്വാഭാവികമായും കൺവേ ചെയ്തിട്ടുണ്ടാവണം. നമുക്ക് ഇതുവരെ ലഭ്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ഫോർമുല ഏതെങ്കിലും ഈ 3 നേതാക്കളുമായും കൺവേ ചെയ്തിട്ടില്ല.
പക്ഷേ ചിലപ്പോൾ ഇനി 3 നേതാക്കൾ അതീവ രഹസ്യമായി തന്നെ ഇവർക്ക് പുറത്തേക്ക് പോയാലായിരിക്കും ചിലപ്പോൾ ഇവരോട് മാത്രമാണ് ഹൈക്കമാൻഡിൽ നിന്ന് ചില വിവരങ്ങൾ സംസാരിക്കുന്നത്. അതാണ് ഏതായാലും കിരൺ നേരത്തെ സൂചിപ്പിച്ച പോലെ മുമ്പ് നടന്ന ആന്ധ്രാപ്രദേശിലാകട്ടെ, ഉത്തരാഖണ്ഡിലോ മധ്യപ്രദേശിലോ പഞ്ചാബിലോ ഛത്തീസ്ഗഡിലോ അല്ലെങ്കിൽ കർണാടകയിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നോ ഒക്കെ പാഠങ്ങൾ പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവിടെ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇവിടെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിലും കോൺഗ്രസ് സ്വീകരിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഏതായാലും ഈ വിഷയം എപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകും എന്നത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രൈം ഡിബേറ്റുമായി MG രേണുക ചേരും. പക്ഷേ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി രേണുക ഇതിനിടയിൽ വരികയാണെങ്കിൽ നൽകുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഇലക്ഷൻ ചാനൽ ഇവിടെ സമാപിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ചിത്രവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.